ഹലോ മക്കളെ, എലീറ്റ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് SLC കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്ററായ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. എന്താണ് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹ സംയുക്തങ്ങൾ എന്ന് പറയും. എന്തായിരിക്കും നോൺ മെറ്റൽസ്? നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും നോൺ മെറ്റൽസ്? എന്താ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങളുടെ നിർമ്മാണമൊക്കെ പഠിച്ചല്ലേ? അങ്ങനെയാണ് ലോഹങ്ങളല്ലാത്ത ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? നോൺ മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് എന്നൊക്കെ പറഞ്ഞ് പീരിയോഡിക് ടേബിളിൽ നന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നോൺ മെറ്റൽസിനെ കുറിച്ചാണ്, നോൺ മെറ്റൽസ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും? കുറച്ച് നോൺ മെറ്റൽസിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെയായിരിക്കും? നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇങ്ങനെ പോലെയുള്ള ഇതുപോലെയുള്ള വാതകങ്ങൾ അല്ലേ? ഗ്യാസസ് എന്താ മെറ്റൽസ് ആണോ? അല്ലല്ലേ, അതൊക്കെ എന്താണ്? നോൺ മെറ്റൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ വെച്ച് ഫോം ചെയ്യുന്ന കുറച്ച് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ മൊത്തമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എന്താ? അമോണിയ ആണ്. എന്താണ് അമോണിയ? അമോണിയ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അമോണിയ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങളിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഐസ് പ്ലാന്റുകളിൽ ചൂട് വലിച്ചെടുക്കാൻ വേണ്ടി ഒരു റിഫ്രിജറൻ്റ് ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമോണിയ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? അമോണിയയ്ക്ക് ഒരു കെമിക്കൽ ഫോർമുലയുണ്ട്. എന്താണത്? NH3, നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ടുള്ള ഒരു സംയുക്തമാണ് എന്ത്? അമോണിയ. ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം NH3 എന്താന്ന് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അമോണിയ നൈട്രജനും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് അമോണിയ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അമോണിയ ഉണ്ടാക്കുക അല്ലേ? എങ്ങനെയാണ് അമോണിയ ഉണ്ടാക്കുക? നമ്മൾ എന്തായാലും ഒരു സാധനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്താ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ അല്ലേ? അങ്ങനെയാണെങ്കിൽ അമോണിയ ഉണ്ടാക്കാൻ വേണ്ടി പോവാം കേട്ടോ. എന്തൊക്കെ വെച്ചിട്ടായിരിക്കും അമോണിയ ഉണ്ടാക്കുക? നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ ടീച്ചേഴ്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും? ടീച്ചർ കയ്യിലൊരു കുറച്ചൊരു അമോണിയം ക്ലോറൈഡ് എടുക്കുക. അമോണിയം ക്ലോറൈഡ് തന്നെ ഉപ്പുകല്ല് പോലെ ഇരിക്കുന്ന സാധനം കേട്ടോ. അമോണിയം ക്ലോറൈഡ് എടുത്തിട്ട് കുറച്ച് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കറ്റ് ലൈം ഈ സാധനം ആഡ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് തിരുമ്മുക. ഇത് തിരുമ്പത്തേക്ക് എന്ത് ചെയ്യുക? ക്ലാസ്സിൽ ആർക്കും ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഭയങ്കര രൂക്ഷ ഗന്ധമാണ് എന്ത്? അമോണിയയ്ക്ക്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത്? അവിടെ അമോണിയ ഉണ്ടായി. അമോണിയ മാത്രമാണ് ഉണ്ടായേ? അമോണിയ ഉണ്ടായി, കൂടെ വെള്ളം, അതിൻ്റെ കൂടെ വാട്ടർ ഉണ്ട് കേട്ടോ. വാട്ടറിൻ്റെ ചെറിയ കണ്ടന്റ് ഉണ്ട്. പിന്നെ എന്താണ്? കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ഇൻഡസ്ട്രിയലായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ? വ്യാവസായികമായിട്ട് നമുക്ക് എങ്ങനെ അമോണിയ നിർമ്മിച്ചെടുക്കാൻ നോക്കാം അല്ലേ? നോക്കാം. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. നമ്മൾ പരീക്ഷിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു തീയൊക്കെ കത്തുന്നുണ്ട് അല്ലേ? ആ തീ കത്തുന്നതിൻ്റെ തൊട്ട് മേലെയായിട്ടൊരു കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ടോ? ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഞാൻ കുറച്ച് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കറ്റ് ലൈമും കൂടെ ആഡ് ചെയ്തിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ തീ കൊടുക്കുക. തീ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഭയങ്കര പഞ്ചൻ സ്മെല്ലുള്ള ഒരു ഗ്യാസ് ഫോം ചെയ്യും. ആ ഗ്യാസ് എന്ത് ചെയ്യും? ആ ഗ്യാസ് ഇതിലെ കൂടെ പോവാട്ടോ. അങ്ങനെ ഗ്യാസ് ഫോം ചെയ്ത് ആ ഒരു ഗ്യാസ് ഇതിലെ കൂടെ പോവാം. ഈ ഒരു വഴി കൂടെ പോയി ഇങ്ങനൊരു സാധനത്തിൽ പോയി കയറും. ഞാൻ പറഞ്ഞായിരുന്നു ഇത് രണ്ടും കൂടെ ഒന്ന് തിരുമ്പി കഴിയുമ്പോൾ എന്തുണ്ടാവുന്നു? അമോണിയ ഉണ്ടാവുന്നു, കൂടെയും കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസ് ഇതിലെ കൂടെ പോയി ഒരു സാധനത്തിൽ പോയി കയറുന്നുണ്ട്. ഇതാണ് എന്ത്? ഡ്രൈയിങ് ടവർ എന്നല്ലെങ്കിൽ ഇങ്ങനെ ഉണക്കാനുള്ളൊരു സാധനം കേട്ടോ. നമ്മളൊക്കെ എവിടെ ഉണക്കുക? നമ്മളൊക്കെ വെയിലത്തിട്ടല്ലേ തുണിയൊക്കെ ഉണക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ അമോണിയ എവിടെയാണ് കയറുന്നത്? ഒരു ഡ്രൈയിങ് ടവറിൽ കയറുവാണ്. എന്തിനാ? വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ. അതിനകത്ത് എന്തുണ്ട്? വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടല്ലേ? അങ്ങനെയാണ് വെള്ളത്തിന് മാത്രം വലിച്ചെടുക്കാനുള്ളൊരു സാധനമാണ് എന്ത്? ഈ ഒരു ഡ്രൈയിങ് ടവർ. അപ്പം ഇവിടെ നമുക്ക് ആ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താ? അല്ലെങ്കിൽ ശോഷകാരം എന്ന് പറയും കേട്ടോ. എന്താണ് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? കാൽഷ്യം ഓക്സൈഡ് ആണ് എന്ത്? ഇവിടുത്തെ ശോഷകാരം. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് ഇവിടുത്തെ ഡ്രൈയിങ് ഏജന്റ് അല്ലെങ്കിൽ ശോഷകാരം? കാൽഷ്യം ഓക്സൈഡ്. ഒന്നും എഴുതണ്ട, CaO എന്ന് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടില്ല. ഒരു മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ തവണയും ചോദിക്കാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ
ഇത് അവിടെ നിന്ന് പോയിട്ട് എന്ത് ചെയ്തു? ഇതിങ്ങനെ ഉണങ്ങി എന്ത് സംഭവിക്കുന്നു? പിന്നെ എന്ത് ചെയ്യുക? പിന്നെ ഇത് വേറൊരു തലതിരിച്ച് വെച്ചൊരു ജാറിൽ പോയി കയറുന്നുണ്ട്. ഓക്കെ, ആ ഒരു തലതിരിച്ച് വെച്ച് ജാറിൽ പോയി കയറാനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്? എന്ത് കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ എന്ത് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ടാവും. അവിടെയല്ലേ നമ്മുടെ സാധനങ്ങളൊക്കെ പോയി ചാടുക? ഇത് തലതിരിച്ച് വെച്ചൊരു ജാറിൽ പോയി കയറാൻ കാരണം എന്തായിരിക്കും? അപ്പം എത്തി നമ്മുടെ അമോണിയയുടെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? അമോണിയയ്ക്ക് ആരെക്കാൾ ഡെൻസിറ്റി കുറവാണ്? എയറിനേക്കാളും ഡെൻസിറ്റി കുറവായതുകൊണ്ട് അമോണിയ എന്ത് ചെയ്യും? ആദ്യം പോയിട്ട് അവിടെ കയറിയിരുന്നില്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ സ്പ്രെഡായിട്ട് പോകും, പരന്ന് പോകും. അപ്പം തലതിരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ജാറിലോട്ട്, ഇൻവേർട്ടഡ് ജാറിലോട്ട് ആദ്യം ആര് പോയി കയറും? അമോണിയ ഇങ്ങനെ വന്ന് പോയി കയറും. വെള്ളമൊക്കെ പോയിട്ടുള്ള അമോണിയ പോയി കയറും. എന്നിട്ട് അതിൻ്റെ അടുത്തോട്ട് ആര് വരും? പിന്നെ എയർ വന്ന് നിറയും. അപ്പോൾ ഇത് രണ്ടും കൂടെ നിറയുമ്പോൾ പിന്നെ എന്ത് പറ്റില്ല? അമോണിയക്ക് പുറത്തു പോകാൻ പറ്റില്ല. ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇൻവേർട്ടഡ് ജാർ ഉപയോഗിക്കുന്നത്. എന്തിന്? അമോണിയനെ കളക്ട് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നിന്ന് ചോദിക്കുന്ന ആകെ 2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. എന്തൊക്കെയായിരിക്കും? അമോണിയ ഇങ്ങനെ അമോണിയൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കളയാൻ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു അംശം കളയാൻ വേണ്ടി നമ്മൾ എന്ത് ഡ്രൈയിങ് ടവർ അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ശോഷകാലമായിട്ട് യൂസ് ചെയ്യുന്ന എന്തായിരിക്കും? കാൽഷ്യം ഓക്സൈഡ് ആണ്. എന്തുകൊണ്ടാണ് ഇൻവേർട്ടഡ് ജാറിൽ അമോണിയ കളക്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഇൻവേർട്ടഡ് ജാറിൽ അമോണിയ കളക്ട് ചെയ്യാൻ കാരണം എന്താ? അമോണിയയുടെ ഡെൻസിറ്റി ആരെക്കാളും കുറവാണെന്ന് നമ്മൾ പറഞ്ഞേ. ഡെൻസിറ്റി എയറിനേക്കാളും കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ അമോണിയയുടെ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ആണ്. പിന്നെ അമോണിയയുടെ സ്മെല്ല് പഞ്ചൻ സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തതാണ് ആ ഒരു റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യുക്ലൈം അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അമോണിയ ഡ്രൈ ചെയ്യാൻ വേണ്ടി, ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെന്താ? ഇൻവേർട്ടഡ് ജാറിൽ അമോണിയ കളക്ട് ചെയ്യാൻ കാരണം എന്താ? അമോണിയയുടെ ഡെൻസിറ്റി എയറിനേക്കാളും കുറവാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഇത്രയുള്ള വാക്ക് എഴുതി വെച്ചാൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അടുത്തതാണ് വാട്ടർ ഫൗണ്ടെയിൻ എക്സ്പെരിമെൻറ്റ്. എന്തായിരിക്കും വാട്ടർ ഫൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. എന്താ വാട്ടർ ഫൗണ്ടെയിൻ? ജലധാര കേട്ടിട്ടില്ലേ? നിങ്ങളിപ്പോൾ ഒരു പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വെള്ളം ഇങ്ങനെയൊക്കെ ചാടുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ അതാണ് വാട്ടർ ഫൗണ്ടെയിൻ എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മളിവിടെ അമോണിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നടത്തി നോക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ആ ബീക്കറിൽ വെള്ളവും ഫിനോഫ്തലിനും നിറച്ചിട്ടുണ്ട്. പിന്നെ എന്താ കാണിക്കണേ? ഇതുപോലെ ഒരു ഇൻവേർട്ടഡ് ജാറിൽ ആരെ വെച്ചിട്ടുണ്ട്? അമോണിയ ഗ്യാസിനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ ഒരു സിറിഞ്ചിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ വെള്ളവും ഫിനോഫ്തലിനും എങ്ങോട്ടടിക്കുക? മുകളിലോട്ട് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്തിനാണ് നമ്മൾ ഫിനോഫ്തലിന് ആഡ് ചെയ്യുന്നത്? വെള്ളവും ഫിനോഫ്തലിനും ഇങ്ങനെ സിറിഞ്ചിൽ കൂടെ ഇങ്ങനെ ഞെക്കി മേലോട്ട് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു പിങ്ക് കളറുള്ള, ഇങ്ങനെ ജലധാര പോലെ ഒരു പിങ്ക് കളറുള്ള സാധനം ഫോം ചെയ്യുക. അത് എന്തിൻ്റെ പ്രസൻസ് ആയിരിക്കും? എന്തായിരിക്കും അവിടെ? അമോണിയയുടെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും അവിടെ കണ്ടിട്ടുണ്ടാവുക? നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? നമ്മൾ എന്തിനാണ് ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്നത്? ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ഫിനോഫ്തലിൻ ആസിഡിലാണോ ബേസിലാണോ ആഡ് ചെയ്യുക? ആസിഡിനെ തിരിച്ചറിയാനാണോ ബേസിനെ തിരിച്ചറിയാനാണോ ആഡ് ചെയ്യുക? ഫിനോഫ്തലിൻ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ബേസുകളിൽ ഫിനോഫ്തലിൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കാണിക്കും? പിങ്ക് കളർ കാണിക്കും. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ തന്നെ കാണാം. എന്ത് കളറാണ് കണ്ടിട്ടുള്ളത്? എന്ത് കളറാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്? ഒരു പിങ്ക് കളറാണല്ലേ. ആ ഒരു പിങ്ക് കളർ എന്തിൻ്റെ ഫോർമേഷനാ? ഇങ്ങനെയൊക്കെ കുറേ പിങ്ക് കളർ ഫോം ചെയ്തിട്ടുണ്ട്. അത് എന്തിൻ്റെ ഫോർമേഷനാ? അമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ആ ഒരു സ്വഭാവം? ബേസിക് ആണ്. അമോണിയ ബേസിക് ക്യാരക്ടറാണ്. അസിഡിക് ആണോ? അസിഡിക് ആണേ കാണിക്കുമോ? അസിഡിക് ആണെങ്കിൽ ഫിനോഫ്തലിൻ കളർ കാണിക്കത്തില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താ? ഇവിടുന്ന് വെള്ളവും ഫിനോഫ്തലിനും ആണല്ലോ അങ്ങോട്ട് പോയേ. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളവും ഫിനോഫ്തലിനും ഇങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം ഇപ്പം ഗ്യാസ് വെള്ളത്തിൽ ലയിക്കുവാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ?
ആ ഒരു ജലധാര ഫോം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം അവിടെ എത്താണ്ട് തിരിച്ചു പോയതല്ലേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ്? വെള്ളം അങ്ങോട്ട് പോകുമ്പം എന്ത് ചെയ്യുന്നു? ആ ഒരു അമോണിയ എന്ന് പറഞ്ഞ ഗ്യാസ് വെള്ളത്തിൽ ലയിക്കുകയാണെന്ന്. അപ്പം നമുക്ക് മനസ്സിലാക്കാം അമോണിയ വാട്ടറിൽ ഹൈലി സോലുബിൾ ആണ്, അല്ലെങ്കിൽ നന്നായി ലയിക്കുന്നു. ആകെ 5 ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഒരു ബേസിക് ആണോ എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അറിയാൻ വേണ്ടി നമുക്ക് വേറെ ടെസ്റ്റ് നടത്തി നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരിക്കും അത്? നമുക്കറിയാം, ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു അമോണിയയിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? എന്ത് ലിറ്റ്മസ് പേപ്പർ എടുക്കാം? റെഡും ഉണ്ട് ബ്ലൂ ഉണ്ട്. ഏത് കളർ ആയിരിക്കും എടുക്കുക? റെഡ് കളർ എടുത്തിട്ട് ഈ അമോണിയയിൽ വെച്ചിട്ട് നോക്കുമ്പോൾ അത് ബ്ലൂ കളർ ആവുന്നുണ്ടെങ്കിൽ അതെന്താണ്? ബേസിക് ക്യാരക്ടർ ആണ് കേട്ടോ. അതുപോലെ ഇത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ്, അമോണിയയുടെ 5 ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കാം. എന്താണ്? മണം എന്താ? പഞ്ചൻ സ്മെല്ല്. ഫസ്റ്റ് നമ്മൾ പഠിച്ചാലേ. കളർ ഉണ്ടോ അമോണിയയ്ക്ക് കളർ ഉണ്ടായിരുന്നു. നമുക്ക് ഫിനോക്സലിൻ ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അമോണിയയ്ക്ക് കളർ ഇല്ല കേട്ടോ, കളർലെസ് ആണ്. പിന്നെ ഡെൻസിറ്റി, സാന്ദ്രത വായുവിനേക്കാളും കുറവാണ്. സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എയറിനേക്കാളും കുറവാണ്. ഹൈലി സോലുബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ നന്നായിട്ട് എന്ത് ലയിക്കും? അമോണിയ എന്ന് പറഞ്ഞ സാധനം, ഈ ഒരു ഗ്യാസ് ലയിക്കും. പിന്നെ അടുത്തതാണ് ബേസിക് ക്യാരക്ടർ ആയിരിക്കും. ബേസിക് ആണ് അമോണിയ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് അമോണിയയുടെ ചില യൂസസ്. അമോണിയ എന്തിനൊക്കെയായിരിക്കും യൂസ് ചെയ്യുക? അമോണിയ എന്തിനൊക്കെയായിരിക്കും യൂസ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതായത് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, ഇതുപോലെയുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി എന്തുപയോഗിക്കുന്നു? അത് നിർമ്മിക്കാൻ വേണ്ടി അമോണിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടൈൽസും വിൻഡോസും, നമ്മുടെ വീട്ടിലുള്ള ടൈൽസും ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അമോണിയ മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് അടുത്തതാണിത് റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇപ്പം നിങ്ങൾ റൂമിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു റബ്ബർ പന്ത് എറിഞ്ഞ് ഭിത്തിയിലോട്ട് തറച്ച് അത് നേരെ തിരിച്ച് എൻ്റെ നെറ്റിക്ക് തന്നെ കൊള്ളുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അവിടെ പോയി റിവേഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കെമിസ്ട്രിയിൽ എങ്ങനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുക? ഇവിടെ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ആദ്യം നോക്കുക, ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്തെടുത്തിട്ടുണ്ട്? അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എടുത്തിട്ടുണ്ട്. അമോണിയം ക്ലോറൈഡ് നമ്മൾ പറഞ്ഞത് ഉപ്പുകല്ല് പോലത്തെ ഒരു സാധനമാണ്. ആദ്യം എടുത്തിട്ട് ഇങ്ങനെ ചൂടാക്കൊണ്ട് ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അയ്യോ, ഭയങ്കര സ്മെല്ല്. എന്തായിരിക്കും ആ ഗ്യാസ്? അമോണിയ ഗ്യാസ് ഫോം ചെയ്തു. അമോണിയം ക്ലോറൈഡ് ചൂടാക്കി കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു? അമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാസ് ഫോം ചെയ്തു. പിന്നെയും ചൂടാക്കി കഴിഞ്ഞപ്പം അത് പഞ്ചൻ സ്മെല്ലായതുകൊണ്ട് നമുക്ക് മനസ്സിലായി. പിന്നെയും ചൂടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ പഞ്ചൻ സ്മെല്ലൊക്കെ പോയി, പക്ഷെ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ആ ഗ്യാസ് എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു ലിറ്റ്മസ് പേപ്പർ കൊണ്ടുപോയിട്ട് ആ ഒരു ഗ്യാസിൽ കൊണ്ട് കാണിച്ചു. ലിറ്റ്മസ് പേപ്പർ ഗ്യാസിൽ കൊണ്ട് കാണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ബ്ലൂ റെഡ് ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ എന്ത് ചെയ്തു? ബ്ലൂ ആയിട്ടില്ല. കാരണം എന്താ? അത് ബേസിക് അല്ല. നേരത്തെ കാണിച്ചപ്പോൾ ബേസിക് ആയിരുന്നു, ബ്ലൂ ആയി. പക്ഷെ ഇവിടെ എന്താ? ഇവിടെ സംഭവിക്കുന്നില്ല. എന്ത് ചെയ്തു? അടുത്തത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അയ്യോ, അത് റെഡ് കളറായി. എന്താ അവിടെ? എന്തോ ഒരു ആസിഡ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്തായിരിക്കും ആസിഡ്? ഇവിടെ അമോണിയ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് എന്താ? HCl എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ അമോണിയം ക്ലോറൈഡ് ചൂടാക്കിയപ്പോൾ എന്തൊക്കെ ഫോം ചെയ്തു? അമോണിയയും ഫോം ചെയ്തു, HClഉം ഫോം ചെയ്തു. ഓക്കെ, ഇത് പിന്നെയും ചൂടാക്കി. കുറച്ച് നേരം കൂടെ ചൂടാക്കി. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ? കുറച്ച് നേരം കൂടെ ചൂടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ കൂടി ഒക്കെ എന്ത് ഫോം ചെയ്യാണ്? ഉപ്പുകല്ല് പോലത്തെ ഒരു സാധനം ഫോം ചെയ്യും. എന്താ ഈ ഉപ്പുകല്ല്? ഉപ്പുകല്ല് എന്താ നോക്കി കഴിഞ്ഞപ്പോൾ എന്താ? പിന്നെ എന്ത് ഫോം ചെയ്തേക്കുക? അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്തേക്കുക ചൂടാക്കി കഴിഞ്ഞപ്പം. അപ്പം നമുക്ക് നോക്കിക്കേ, അമോണിയം ക്ലോറൈഡ് ചൂടാക്കിയപ്പോൾ അമോണിയം HCl ഫോം ചെയ്തു. പിന്നെയും ചൂടാക്കിയപ്പോൾ പിന്നെയും തിരിച്ച് എന്ത് തന്നെ ഫോം ചെയ്തു? അമോണിയം ക്ലോറൈഡ് തന്നെ ഫോം ചെയ്തു. ഓക്കെ, അത് എന്തിൻ്റെ പ്രസൻസ് ആയിരിക്കും? അവിടെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോയ അതേ റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം കേട്ടോ. അപ്പം ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നെ 2 തരമുണ്ട്. എന്തായിരിക്കും റിവേഴ്സിബിൾ റിയാക്ഷൻ? അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനങ്ങൾ കേട്ടോ. റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനങ്ങൾ.
ഉഭയദിശാ പ്രവർത്തനങ്ങൾ രണ്ട് തരമുണ്ട്. ഒന്നാണ് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോഗ പ്രവർത്തനം, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത്ത പ്രവർത്തനം. ഏതൊരു പ്രവർത്തനം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് അങ്ങോട്ട് പോയ സാധനം അല്ലേ തിരിച്ചിങ്ങോട്ട് വരുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അതെന്താണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ്. തിരിച്ചത് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതെന്താ? റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് കേട്ടോ. അങ്ങനെയാണ് അത്രയും കാര്യം നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുന്നത്, ബാക്ക്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നേരെ തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടാട്ടോ ബാക്കിയുള്ള ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും വരിക. അപ്പം നമുക്ക് കുറച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സാമ്പിൾ നോക്കിയാലോ? ഇവിടെ നോക്കാം. നൈട്രജനും ഓക്സിജൻ ചേർന്ന് നൈട്രസ് ഓക്സൈഡ് ആയിട്ട് മാറി. ഇതെന്ത് ചെയ്യുന്നു? ഇത് നേരെ തിരിച്ച് എന്തോ ആവുന്നുണ്ട്? നൈട്രജനും ഓക്സിജനും ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജനും അയഡിനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്യുന്നു. ഇത് പിന്നെ എന്താവുന്നുണ്ട്? റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളോട് ഇതിൽ നിന്ന് ഫോർവേഡ് റിയാക്ഷൻ മാത്രം എഴുതാൻ ചോദിച്ചു എന്ന് ചോദിച്ചോ, എങ്ങനെ എഴുതും? നൈട്രജനും ഓക്സിജനും ചേർന്ന് 2NO ആയി. ഫോർവേഡ് റിയാക്ഷൻ ആരോ രണ്ടെണ്ണം ഇടല് കേട്ടോ. അങ്ങനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താ? 2NO എന്തായി? തിരിച്ച് N2ഉം പ്ലസ് O2ഉം ആയി. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഇങ്ങനെ ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരോ ഇടല്. എന്താണോ നടക്കുന്നത് അവിടെ നിന്നാണ് പിന്നെ തിരിച്ച് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചൊന്ന് എഴുതാം കേട്ടോ. അപ്പം ഇത്രയും കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഒരു റിയാക്ഷൻ കൂടി ഉണ്ട്. എന്ത്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോയ സാധനം തിരിച്ച് വന്നില്ലെങ്കിൽ അതിനെയാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ആരോ മാർക്ക് നിങ്ങളുടെ റിയാക്ഷനിൽ എക്സാമിന് ചോദിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ടേക്കണേന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് എന്ത് റിയാക്ഷനാണ്? എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണിത്? എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? എന്താ? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ കേട്ടോ. ആ ഒരു കാര്യം അല്ലെങ്കിൽ ഏകദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യുക? ഇതിനകത്തുനിന്ന് പഠിച്ചു വെക്കുക. ഇതിനകത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അമോണിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. പിന്നെ അമോണിയ വെള്ളത്തിൽ സോലുബിൾ ആണോ അല്ലയോ, ലയിക്കോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നുണ്ട്. എന്തായിരുന്നു? വാട്ടർ ഫൗണ്ടൈൻ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ജലധാര പരീക്ഷണം. അടുത്തത് എന്താ? ഫോർവേഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന് പഠിക്കുക. ഒരു എക്സാമ്പിൾ എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. റിവേഴ്സിബിൾ റിയാക്ഷൻ എഴുതാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യങ്ങൾ ഞാൻ ക്ലാസ് എടുക്കുന്ന അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു പോവുക. ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ.